സംസ്ഥാനത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 31-ന് ഡോക്ടർ വി വേണു വിരമിക്കുമ്പോഴാണ് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി അധികാരമേൽക്കുക. ഡോക്ടർ വി വേണുവും ശാരദാ മുരളീധരനും ദമ്പതികളാണ്. ഭർത്താവ് വിരമിക്കുമ്പോൾ ഭാര്യ ചീഫ് സെക്രട്ടറിയായിട്ട് വരുന്നൊരു കൗതുകകരമായ കാര്യം കൂടിയാണ്. ആണല്ലോ. അതെ, ഞങ്ങൾ ആക്ച്വലി സർവീസിൽ കയറുമ്പോഴും പിന്നെ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകുന്ന ഒരു തലം വരെ ഇത് നടക്കുന്നു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷെ ഓരോ ഭാഗ്യം വരുന്ന വഴി. സംസ്ഥാനത്തെ 5ാമത്തെ ലേഡി ചീഫ് സെക്രട്ടറിയാണ് പത്മരാമചന്ദ്രൻ, നീല ഗംഗാധരൻ, നളിനേറ്റ മാഡം, ലിസി ജേക്കബ്. ഇപ്പോൾ 5ാമത് ഒരു വനിത സംസ്ഥാനത്തെ നയിക്കുമ്പോൾ അതൊരു വേറൊരു കാഴ്ചപ്പാട് കൂടിയാണല്ലോ. മാഡം ആണെങ്കിൽ ഈ വളരെ ജെൻഡർ കാര്യങ്ങളിൽ ഒപ്പം തന്നെ ഈ നമ്മുടെ പ്രോഗ്രസീവായി ഒരു പെർസ്പെക്റ്റീവ്സൊക്കെ പ്രകടിപ്പിക്കുന്ന ആളാണ് പരസ്യമായി തന്നെ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ഭരണത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? പ്രോഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സ്പേസുള്ള ഒരു ഗവർണൻസ് സംവിധാനമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം കിട്ടിയിട്ടുള്ള അവസരം പാഴാക്കരുത് എന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. ഈ മാഡം വളരെ ദീർഘകാലം പ്രവർത്തിച്ച മേഖലകൾ ഇപ്പം ദേശീയ തലത്തിലാണെങ്കിൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനിൽ പ്രവർത്തിച്ചു. കേരളത്തിൽ കുടുംബശ്രീയെ ഒരു സ്ട്രക്ചറൈസ് ചെയ്തത് മാഡത്തിൻ്റെ കാലത്താണ്. 2006-2011 കാലത്തൊക്കെ മാഡം അത് പ്രവർത്തിച്ചു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മേഖലകളിൽ മാഡത്തിൻ്റെ ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് അതൊരു നമ്മുടെ ഈ പോവർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സെറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗവർണൻസിൻ്റെ ഒരു തലപ്പത്ത്, കേരളത്തിലെ എക്സിക്യൂട്ടീവിൻ്റെ തലപ്പത്തേക്ക് ഒരു ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് ഇനി എന്ത് മാറ്റങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒന്ന്, നമ്മുടെ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് എടുക്കുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഫയലെന്ന് പറയുന്ന ഫയലല്ല, ഒരു മനുഷ്യൻ്റെ ഓരോ ജീവിതമാണ് എന്നുള്ളത്. അത് ഇപ്പം ആ വിധത്തിൽ നമ്മളിത് കാണുമ്പോൾ ഇപ്പം നമ്മളൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ടത് റെസ്പെക്റ്റാണ്. പലപ്പോഴും നമ്മുടെ ഒരു സൗകര്യങ്ങളും ഒന്നും കിട്ടാത്ത ആളുകളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ മറന്നുപോകും. അപ്പം അത് ആ റെസ്പെക്റ്റ് എന്നുള്ളത് സംവിധാനത്തിൻ്റെ അകത്ത് നിലനിർത്തുക, അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണശൈലി സർക്കാരിന് എല്ലാ സമയവും ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉറപ്പാക്കുന്നതിന് ഞാനും കൂടി ഉണ്ടാവും. മാഡം ഇപ്പോൾ ഈ വഹിക്കുന്നൊരു പ്രധാനപ്പെട്ട ചുമതല ഈ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ കേരളം നേരിടുന്നൊരു വലിയ വെല്ലുവിളിയും അതാണ്. ഈ മാലിന്യ സംസ്കരണത്തിന് എന്താണ് ഒരു പ്രതിവിധി? മാലിന്യ സംസ്കരണത്തിന് ഒറ്റമൂലിയില്ല. ഒറ്റമൂലി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയേനെ. അതില്ല. അതിന് ഇപ്പം ഞങ്ങൾ ഈ ഒരു മണ്ഡലത്തിനകത്തോട്ട് കടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓരോന്നും ഒരു പരിഹാരം കണ്ടുവരുമ്പോഴത്തേക്കും പുതിയ ചലഞ്ചസ് ഉണ്ടായി വരുന്നു. അപ്പം നമ്മുടെ ഒരു ഉപഭോഗ സംസ്കാരവും ഒക്കെ തന്നെ ഈ ചലഞ്ചിനെ വല്ലാണ്ട് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇത് ഇപ്പം ഈ ഒരു ചലഞ്ച് നേരിടുന്നതിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഇതുപോലെയുള്ള പാതകളിൽ കൂടി സഞ്ചരിച്ച് ധാരാളം വികസിത രാജ്യങ്ങളുണ്ട്, സിറ്റീസുണ്ട്, അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് പക്ഷേ കേരളം ഇപ്പം പടുത്തുയർത്തിയിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് യൂണിക് മോഡലാണ്. ഇപ്പോൾ ഡീസെൻട്രലൈസ് ആയിട്ടുള്ള സംവിധാനം ഇത്രയും വിപുലമായിട്ട് നിൽക്കുന്ന മറ്റൊരു ഇടമില്ല. പക്ഷെ ആ ഡീസെൻട്രലൈസ് അത് കൊണ്ടുവരുന്ന സാധ്യതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസുമുണ്ട്. ഇത് രണ്ടും നേരിട്ട് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് സിസ്റ്റമിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവന്നുകൊണ്ട് സംവിധാനത്തിൻ്റെ തന്നെ ഈ കോർ പ്രവർത്തനത്തിനകത്ത് ശ്രദ്ധ നിരന്തരം എത്തിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇപ്പം 3 hours റിഡ്യൂസ് റീസൈക്കിൾ എന്നുള്ളതൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഒരു ദീർഘകാല പരിപാടി ഉണ്ടാകണം. അപ്പം ഒറ്റമൂലിയില്ല, ഇറ്റ് ഈസ് എ ലോങ് ഹോൾ. ആ ലോങ് ഹോളിൽ നമുക്ക് പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ള മാറ്റം ചെറിയ സമയം കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിജയിക്കും.
മാഡത്തിൻ്റെ മുന്നിലുള്ള ഒരു ഇമ്മീഡിയറ്റ് ഹേർഡിലായി അല്ലെങ്കിൽ മീൻസ് ഒരു ചലഞ്ചായി വരുന്നത് വയനാട് റീഹാബിലിറ്റേഷനാണ്. ബിക്കോസ് ഇപ്പോൾ 31st ഡോക്ടർ വി വേണു വഴിയും മാഡം അതിൻ്റെ പുതിയ ചുമതലകൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ വയനാട് റീഹാബിലിറ്റേഷന് മുന്നിൽ അതൊരു ചലഞ്ചായിട്ട് അതിൽ എന്തൊക്കെയാണ് ഇനിയും സർക്കാരിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? വയനാട്ടിലെ ഇന്ന് വരെ സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യം നമ്മുടെ ഫോക്കസ് റെസ്ക്യൂ ഓപ്പറേഷൻസിലും റിലീഫ് ഓപ്പറേഷൻസിലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം റിലീഫിൽ നിന്നും മാറി ട്രാൻസിറ്റ് ആയിട്ടുള്ള ഇവർക്ക് ട്രാൻസിറ്റ് റീഹാബിലിറ്റേഷനാണ്. അതിൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത് പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ. പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പല തലത്തിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പം വീടും കുടിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, അസറ്റ്സ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, ഇൻകം ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെയുള്ളതൊക്കെ തിരിച്ച് നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ജീവിതം ഇതായിട്ട് പൂർണ്ണമായിട്ടും അലങ്കോലപ്പെട്ടു പോയിട്ടുള്ള പല തട്ടിലാണ് ആളുകൾ നിൽക്കുന്നത്. ഇപ്പം പേഴ്സണലായിട്ടുള്ള ട്രാജഡി സഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ സാഹചര്യം വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഇക്കോളജിക്കൽ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഒരു ഉപജീവനം സാധ്യമല്ലാതെ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഓരോ കുടുംബത്തിനും ഉതകുന്നതായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ അവരുടെ തന്നെ താല്പര്യവും അറിവും സമ്മതവും കൂടി ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഫ്രജൈൽ ഇക്കോസിസ്റ്റത്തിൽ എന്ത് തരത്തിലുള്ളൊരു റീഹാബിലിറ്റേഷൻ, ഏത് വിധത്തിലാണ് നമുക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സാധ്യമാകുക എന്നുള്ളതും നമ്മൾ ഇതിനൊപ്പം തന്നെ പഠിച്ച് അതിൻ്റെ ഒരു മോഡലായിട്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം ഇതിൻ്റെ കൂടെ നടക്കുന്നു. അപ്പോൾ ആ ശ്രമത്തിനെ അതിൻ്റെ അറ്റം വരെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ഈ പ്രൊഫഷണൽ ഇത് മാറിയല്ല. ഇപ്പം മകൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഡാൻസ് ഉണ്ട്, അങ്ങനെ തിയേറ്റർ അങ്ങനെ. അപ്പോൾ ഈ ഡോക്ടർ വേണു സാറിൻ്റെ FBയിലൊക്കെ കാണാറുണ്ട്. അപ്പം ഈ ടേസ്റ്റ് ആരുടെയോ, അച്ഛൻ്റെയോ അമ്മയുടെയോ? അച്ഛൻ നാടകക്കാരനാണല്ലോ. അമ്മയ്ക്ക് പക്ഷേ ഡാൻസ് ആടാൻ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും മോക്ക് ഡാൻസിലോട്ട്. പക്ഷേ അത് അവളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പെർസ്യൂട്ടാണ്. മോനും അങ്ങനെയാണ്, ഒരു കോമിക് ആർട്ടിസ്റ്റാണ്. ഇപ്പം തമാശയിൽ ഇത്രയും അധികം സാധ്യതകളുണ്ട്. അവൻ സ്റ്റാൻഡ് ബൈ അല്ല, അവൻ സ്റ്റാൻഡപ്പ് കൊമീഡിയൻ അല്ല. അവൻ ഇതിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്. അപ്പം ഒരു മീൻ കറി എന്നും പറഞ്ഞിട്ടുള്ള അവൻ്റേതായിട്ടുള്ള ഒരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ വെച്ചുകൊണ്ടുള്ള കളികളാണ്. അപ്പോൾ ആ കുട്ടി തമാശകളൊക്കെ പക്ഷേ നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കുന്നു. അപ്പോൾ ഞങ്ങളും വി ഹാവ് ലേൺ ടു റെസ്പെക്റ്റ് ദാറ്റ്. സംസ്ഥാനത്തിന് ചീഫ് സെക്രട്ടറി ആയിട്ട് ഒരു വനിത വീണ്ടും വരികയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു വനിത സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥ തലപ്പത്തിരുന്ന് കേരളത്തെ കാണുമ്പോൾ അത് അനുതാപത്തോടെയുള്ള, പ്രത്യേകിച്ചും ശാരദ മേഡത്തെ പോലെയുള്ള ഈ പ്രോഗ്രസീവായ ജെൻഡർ ന്യൂട്രാലിറ്റിയൊക്കെ വളരെ കാര്യമായി പരിഗണിക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ ഭരണത്തെ കാണുമ്പോൾ അതൊരു പ്രത്യേകതരം കാഴ്ചപ്പാടായിരിക്കും. ആ ഭരണം എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ, ഒപ്പം റിപ്പോർട്ടർ ആർട്ട് ശ്രീജിത്ത്, റിപ്പോർട്ടർ തിരുവനന്തപുരം.